പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൻ്റെ 50-ാം വർഷത്തിലൂടെയാണ് ഇന്ത്യ രാജ്യം കടന്നു പോകുന്നത്. 75 ജൂൺ മാസം 25-നാണ് കോൺഗ്രസ് നേതാവും പ്രധാനമന്ത്രിയുമായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തെ നമ്മുടെ രാജ്യത്തെ പത്രമാധ്യമങ്ങൾ പ്രതിഷേധിച്ചുകൊണ്ടാണ് പ്രസിദ്ധീകരിച്ചത്. എന്നാൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം വന്നതിന് ശേഷം ആയിരക്കണക്കായ ഗവൺമെൻറ്റിനെ എതിർക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരെയും സന്നദ്ധ സംഘടനാ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് തുറുങ്കിലടയ്ക്കുകയും പോലീസിൻ്റെയും കോൺഗ്രസ് ഗുണ്ടകളുടെയും അർദ്ധസൈനികരുടെയും അഴിഞ്ഞാട്ടം ബഹുജനങ്ങളുടെ മേൽ ഉണ്ടാവുകയും ചെയ്തു. കോടതികളെ മരവിപ്പിച്ചു. വാർത്തകൾക്കെല്ലാം സെൻസർഷിപ്പ് ഏർപ്പെടുത്തി. നാപടക്കൂ പണിയെടുക്കൂ എന്നായിരുന്നു. അടിയന്തരാവസ്ഥ വിജയകരമായി നടപ്പാക്കാൻ കരിനിയമങ്ങൾ തന്നെ പടച്ചുണ്ടാക്കി. തങ്ങൾ പറയുന്നത് മാത്രം ശരി, അല്ലാത്തതെല്ലാം തെറ്റ് എന്ന സമീപനവും കോടതികൾ അറസ്റ്റിലാകുന്നവർക്ക് ജാമ്യം കൊടുക്കാതിരിക്കുന്ന സ്ഥിതിവിശേഷവും നിരപരാധികളായ നിരവധി ആളുകൾ ഗുണ്ടകളുടെയും പോലീസിൻ്റെയും മർദ്ദനമേറ്റും പീഡനത്താലും മരണപ്പെടുകയും ചെയ്ത അതീവ കിരാതമായ ദുഃഖകരമായ കാഴ്ച ആ കാലത്ത് 21 മാസക്കാലം ഇന്ത്യ രാജ്യം കാണുകയുണ്ടായി. നിർബന്ധിത വന്ധീകരണവും ചേരികൾ ഇടിച്ചു നിരത്തലുമെല്ലാം ആ ഭരണത്തിന് കീഴിൽ ഭരണാധികാരികൾ ദയാരഹിതമായി നടപ്പാക്കിയതും രാജ്യം കണ്ടതാണ്. ഇപ്പോൾ ഈ കാര്യമെല്ലാം പറയാൻ ഇടയാകുന്നത് അടിയന്തരാവസ്ഥയിൽ 32 സംഘടനകളെ നിരോധിക്കപ്പെട്ടതിൽ 30ാമത്തെ സംഘടനയിൽ സെൻറ്റർ ഓഫ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു ഞാൻ. അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തെ തുടർന്ന് ഞാൻ പാർട്ടി നിർദ്ദേശപ്രകാരം ഒളിവിൽ പോവുകയും ആഗസ്റ്റ് മാസം 4-ാം തീയതി പാർട്ടി നിർദ്ദേശപ്രകാരം അറസ്റ്റ് വരിക്കുകയും ചെയ്തു. കട്ടപ്പന അശോക ജംഗ്ഷൻ്റെ പരിസരത്തുണ്ടായിരുന്ന CPI ഓഫീസിൻ്റെ പരിസരത്ത് വെച്ചാണ് എന്നെ അറസ്റ്റ് ചെയ്തത്. 3 പോലീസ് വണ്ടികളുടെ അകമ്പടിയും അതിലുണ്ടായിരുന്ന പോലീസുകാരും റോഡിലൂടെ നിരന്ന് നടക്കുകയും 4 പോലീസുകാർ തോക്ക് ചൂണ്ടി എൻ്റെ ചുറ്റും നിൽക്കുകയും ചെയ്ത് നടന്നുപോയ കാഴ്ച കട്ടപ്പനക്കാർക്ക് അപരിചിതമായതും അത്ഭുതപ്പെടുത്തുന്നതുമായ ഒരു കാഴ്ചയായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ പീഡനങ്ങൾ പലതും നടന്നു. പ്രധാനമായി നടന്നൊരു പീഡനം വൈകിട്ട് 6 മണിക്ക് ഒരു പെട്ടിയുടെ കാലിൽ ഇടത് കൈയും അടുത്ത കാലിൽ ഇടത് കാലും ബലങ്ങിട്ട് സിമൻറ്റ് തറയിൽ കിടത്തുക എന്നതായിരുന്നു. അടുത്ത ദിവസം രാവിലെ 7 മണിക്ക് മാത്രം അഴിച്ചുവിടും. ഭക്ഷണമില്ല, ദിനചര്യകൾ നടത്താൻ കഴിയുന്നില്ല, ഫത്സരങ്ങൾ കേൾക്കണം. ഇതെല്ലാം സഹിച്ച് 12 ദിവസം ആ തടവറയിൽ കഴിയേണ്ടി വന്നു. തുടർന്ന് ദിവസം 2 നേരം ഹാജരായി ഒപ്പിടുന്ന വ്യവസ്ഥയിലും ഇടയ്ക്കിടയ്ക്ക് ക്രൈംബ്രാഞ്ചുകാർ വന്ന് അറസ്റ്റ് പിടിച്ചോണ്ടും കസ്റ്റഡിയിൽ വെക്കുന്നതുമായ സംഭവങ്ങളെല്ലാം ഇങ്ങനെ തുടർ നടപടികളായി നടന്നുകൊണ്ടിരുന്നു. ഒളിവിലിരുന്നും തെളിവിൽ വന്നതിന് ശേഷവും അടിയന്തരാവസ്ഥയ്ക്കെതിരായ പ്രചരണങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരുന്നു ഞാൻ എന്നത് ഇപ്പോൾ ഓർക്കുകയാണ്. ആ പ്രവർത്തികൾ ചെയ്യാൻ അന്ന് ആവേശമുണ്ടായത് ഈ ജനാധിപത്യ ദംശനത്തിനെതിരായി, പൗരാവകാശങ്ങൾക്ക് വേണ്ടി, മൗലികാവകാശങ്ങൾക്ക് വേണ്ടി, പണിമുടക്കാൻ വേണ്ടിയുള്ള അവകാശങ്ങൾക്ക് വേണ്ടി, സമരം നടത്താനുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയെല്ലാം ആയിരുന്നു. എന്നാൽ രാജ്യത്തെ അടിയന്തരാവസ്ഥ പിൻവലിച്ചുകൊണ്ട് ഇളവ് ചെയ്തുകൊണ്ട് നടത്തിയ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയും അവരുടെ ഭരണവും തകരുകയും പുതിയ ഒരു ഭരണ സംഘടന അധികാരത്തിലെത്തുകയും ചെയ്തു. ആ ഭരണമെല്ലാം പിന്നീട് മാറി. നമ്മുടെ രാജ്യത്തെ കോൺഗ്രസ് പിന്നീട് അതിൽ നിന്ന് വലിയ പാഠമൊന്നും പഠിക്കുകയുണ്ടായില്ല. എന്നാൽ ഇപ്പോൾ ഭരിക്കുന്ന ഭരണകക്ഷി എന്താണ് പറയുന്നത്? BJP മോഡിയുടെ നേതൃത്വത്തിലുള്ള 10 വർഷത്തെ ഭരണത്തിന് ശേഷം അതൊരു ഫാസിസ്റ്റ് ഭരണമായിരുന്നു എന്ന് പറഞ്ഞാൽ അതധികമാവില്ല. അതിനുശേഷം വീണ്ടും അവർക്കൊറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാതെ മുന്നണിയായി അധികാരത്തിലേക്ക് വന്നു. പാർലമെൻറ്റിൻ്റെ MP-മാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് പോകുന്ന മോഡി എല്ലാം സമന്വയിപ്പിച്ചും എല്ലാവരെയും സഹകരിപ്പിച്ചും എല്ലാവരെയും പങ്കെടുപ്പിച്ചും മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞെങ്കിലും
പ്രോട്ടൈം സ്പീക്കർ സ്ഥാനം അർഹതപ്പെട്ട കൊടിക്കുന്നിൽ സുരേഷിന് നൽകാതെ അവഗണിക്കുകയും വഞ്ചിക്കുകയും ചെയ്തു എന്നതാണ് സത്യം. അതിനുശേഷം നടന്നത് എന്താണ്? ഇന്നിപ്പോൾ പാർലമെൻറ്റിൽ കണ്ടത് രാജ്യത്തെ 20 ലക്ഷം 24 ലക്ഷം കുട്ടികൾ എഴുതിയ നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടിനെയും അഴിമതിയെയും സംബന്ധിച്ച് പാർലമെൻറ്റിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷങ്ങളെ സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല, പ്രതിപക്ഷ നേതാവിൻ്റെ മൈക്ക് ഈ വിഷയം പറയാതിരിക്കാൻ വേണ്ടി ഓഫ് ചെയ്യുകയും പാർലമെൻറ്റ് നിർത്തിവെക്കുകയും പിന്നീട് ഇന്നത്തെ സമ്മേളനം അവസാനിപ്പിക്കുകയും ചെയ്തു. ജനങ്ങളുടെ കാര്യങ്ങൾ പറയാൻ ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നു എന്ന് പറയുന്നത് ജനാധിപത്യത്തെ പരിഹസിക്കുന്നതാണ്, ജനാധിപത്യത്തെ അവഗണിക്കുന്നതാണ്, അവഹേളിക്കുന്നതാണ്. പാർലമെൻ്ററി ജനാധിപത്യത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. എന്നാൽ BJP അതിൻ്റെ കഴിഞ്ഞ കാലത്തെ സമീപനങ്ങൾ തുടർന്നു പോകാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഇത് തെളിയിക്കുന്നത്. ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയും രാഷ്ട്രീയ നേതാവുമായി BJPയും നരേന്ദ്ര മോദിയും മാറിയിരിക്കുന്നു എന്ന് കഴിഞ്ഞ കാലത്ത് നമ്മൾ കണ്ടതാണ്. പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്ന മറ്റൊന്ന്. വീണ്ടും നമ്മുടെ രാജ്യവും ജനാധിപത്യവുമെല്ലാം കടുത്ത വെല്ലുവിളികളിലേക്ക് പോകുന്നു എന്ന് ഈ വസ്തുതകൾ തുടക്കത്തിലെ നമ്മളോട് പറയുകയാണ്. അതുകൊണ്ട് രാജ്യത്തെ ജനാധിപത്യം, രാജ്യത്തിൻ്റെ ഭരണഘടന, പാർലമെൻ്ററി വ്യവസ്ഥ, മൗലികാവകാശങ്ങൾ എല്ലാം സംരക്ഷിക്കാൻ വേണ്ടി ജനങ്ങൾ വീണ്ടും ജാഗരൂകരാകേണ്ടതുണ്ട്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്. ഹായ്, എൻ്റെ പേര് നിവ്യ. ഞാൻ 20 ഏക്കർ അൽഫോൺസ ലാബിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ പഠിച്ചത് നെടുങ്കണ്ടം കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ്. ഹായ്, ഐ ആം തസ്നിമ. ഞാൻ പഠിച്ചത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ്. അവിടുന്ന് പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ എനിക്ക് നെടുങ്കണ്ടം നീതി മെഡിക്കൽ ലാബിൽ ജോലി കിട്ടി. ഞാനിപ്പോൾ ഹാപ്പിയാണ്. ഹായ്, ഞാൻ അരുണിമ. നെടുങ്കണ്ടം കോൺഫിഡൻസിലാണ് ഞാൻ പഠിച്ചത്. പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ എനിക്ക് രാജാക്കാട് SN ഹോസ്പിറ്റലിൽ ജോലി കിട്ടി. ഹായ്, ഞാൻ അമർദീന്ദു. ഞാൻ വർക്ക് ചെയ്യുന്നത് രാജാക്കാട് ലൈഫ് കെയർ മെഡിക്കൽ സെൻറ്റർ ഹോസ്പിറ്റലിലാണ്. എനിക്ക് കോൺഫിഡൻസ് തന്നത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഹായ്, ഞാൻ ഗ്രീഷ്മ. എൻ്റെ വീട് തൂക്കുവാലാണ്. ജോലി എന്നത് എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു. ആ സ്വപ്നത്തിലേക്ക് എന്നെ നയിച്ചത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഹായ്, എൻ്റെ പേര് കെസിയ. ഞാൻ കുമളി ശില്പ ഡയഗ്നോസ്റ്റിക് സെൻറ്ററിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ കോൺഫിഡൻസിലാണ് പഠിച്ചത്. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ ബാച്ചിൽ പഠിച്ച എല്ലാ കൂട്ടുകാർക്കും ജോലി കിട്ടി എന്നുള്ളതാണ്. പഠിച്ചിറങ്ങുന്ന എല്ലാവർക്കും ജോലി ഉറപ്പ്. കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത ഡിപ്ലോമ കോഴ്സുകൾ. ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, ഫാർമസി അസിസ്റ്റന്റ്. 19-ാം വയസ്സിൽ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ. കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദർശന ബിൽഡിംഗ്, നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, നെടുങ്കണ്ടം.